കണ്ടോ, നമ്മളെ ഹോം മെയ്ഡ് ഷാമ്പു കണ്ടോ? ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. മുടിയൊക്കെ നല്ല ചളി പോയി, നല്ല തലയോട്ടിയിലെ താരനൊക്കെ പോയി, തലമുടി നന്നായി കാടുപോലെ വളരാൻ നമ്മളെ ഈ ഹോം മെയ്ഡ് ഷാമ്പു മതി കേട്ടോ. ഇത് അമ്മ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് എല്ലാവരും സ്കിപ്പ് ചെയ്ത് അതൊന്ന് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യമായിട്ട് ആവശ്യം നമ്മളുടെ വീട്ടിൽ തന്നെ തുളസിയാണ് കേട്ടോ. ഇതിൽ യാതൊരു കെമിക്കലും ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഒന്ന് കഴുകുക, അത്രേ വേണ്ടു. കറ്റാർവാഴ എടുത്തത് കണ്ടില്ല കേട്ടോ, നമ്മൾ കറ്റാർവാഴ എടുത്തിരുന്നു. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ 2 ടീസ്പൂൺ നിറയെ ഉലുവ. എല്ലാം കഴുകണം കേട്ടോ. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് അമ്മ കഴുകാത്തതുകൊണ്ട് ഇതിന് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകണം. എന്നിട്ട് നമ്മളൊരു ചെമ്പിലേക്ക് ഇട്ട് വയ്ക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ കരിഞ്ജീരകമാണ്. അതും അതേ അളവിൽ തന്നെ 2 ടീസ്പൂൺ വേണം കേട്ടോ. അത് നന്നായി കഴുകണം. അപ്പോൾ നമ്മൾ ആയുർവേദ കടയിൽ നിന്നാണ് വാങ്ങണേ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ നന്നായിട്ട് അതും കഴുകി 2 പ്രാവശ്യം. ഇനി നമുക്ക് വേണ്ടത് റോസ്മേരിയാണ് കേട്ടോ. ഇത് നല്ല സുഗന്ധമാണ്. മുടി നന്നായി തഴച്ചു വളരാനൊക്കെ നമ്മളെ റോസ്മേരി നല്ല ഉപയോഗമാണ്. അതിന് വേണം നമ്മളൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ 3 കൂടി നന്നായി കഴുകിയിട്ട് വേണം നമ്മൾ കേട്ടോ. അത് നമ്മൾ ചെമ്പിലേക്ക് ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് ഒരു 4-5 നെല്ലിക്ക, 5-6 നെല്ലിക്ക. അതിന് നമ്മൾ ഇതേപോലെ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം കേട്ടോ. ഇനി ചതക്കിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചു മുഴുവൻ. അതും നമ്മൾ ഈ കൂട്ടിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ തുളസിയില കഴുകിയിട്ടോ, നമ്മൾ തുളസിയില. എന്നിട്ട് നമ്മൾ സ്റ്റവ് അടുപ്പത്ത് വെച്ചു. ഇനി നമ്മൾ ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കണത്. നിങ്ങളും 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നന്നായി തിളച്ചിട്ട് ഇതിൻ്റെ എസൻസ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇറങ്ങണം. അപ്പം നമ്മൾ ഇനി ഇതിനെ നല്ലോണം തിളയ്ക്കാൻ വിട്ടു. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയോ? റോസ് വാട്ടർ. അവിടെ ഇരുന്ന് തിളക്കട്ടെ കേട്ടോ അടുപ്പത്ത്. ഇനി നമുക്ക് ചെമ്പിലേക്ക് ഇത്തിരി റോസ് വാട്ടർ എടുക്കാം. നല്ല സുഗന്ധം കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ റോസ് വാട്ടർ. പിന്നെ നമ്മളുടെ വീട്ടിൽ തന്നെ ചെമ്പരത്തി പൂവ്. അപ്പം നിങ്ങൾ അതിൻ്റെ മൂട്ടിലത്തെ പച്ചയും തലപ്പത്ത അതൊക്കെ ഒഴിവാക്കണം കേട്ടോ. അതൊന്നും നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ഇതൊക്കെ നന്നായിട്ട് ഈ റോസ് വാട്ടറിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ എത്ര വേണമെങ്കിലും എടുത്തോ. ഞാനൊരു 10-15 എടുത്തണ്ണു കേട്ടോ, നമ്മളെ വീട്ടിലത്തല്ലേ. പിന്നെ നമുക്ക് കുറച്ച് ചെമ്പരത്തിയുടെ ഇലയെ വേണ്ടത്. ഇനി ഇതും നന്നായി കഴുകി തുടച്ചിട്ട് വേണം കേട്ടോ. അതിൻ്റെ പിന്നിൽ ഈ മഴക്കാലം കൊണ്ട് മാറുകലകളൊക്കെ ഉണ്ടാവും. അത് നല്ല ശ്രദ്ധിക്കണേ. പിന്നെ നമ്മളെ അലോവേര വേണം കേട്ടോ നമുക്ക് ഇതിലേക്ക്. അതിൻ്റെ ഞാൻ കുറച്ച് നേരം ആയിരുന്നു കേട്ടോ മുറിച്ച് വെച്ചത്. അത് മുറിച്ച് കൊണ്ടുവന്നത് കാണിച്ചില്ല. പെരുമഴ പെയ്തപ്പോൾ ഞാൻ ഓടി കയറിയതായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ മുറിച്ച് വെക്കണം, അല്ലെങ്കിൽ അത് ചൊറിയും കേട്ടോ. മൂട്ടിലത്തെ മഞ്ഞ ആ കറ കളഞ്ഞല്ലോ നമ്മൾ കേട്ടോ. കുറച്ച് നേരമായിരുന്നു. ഇപ്പോൾ 2 വക്കത്തി അതൊക്കെ നമ്മൾ മുറിച്ചുള്ള വാള് പോലുള്ള സാധനമൊക്കെ മുറിച്ചിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യണം? അപ്പോഴേക്ക് എന്താ അടുപ്പത്ത് നല്ലോണം തിളച്ചു കേട്ടോ. അപ്പോൾ ഇനി അത് കുറച്ച് നേരം കൂടി സിമ്മിലാക്കിയിട്ട് അടച്ചു വെക്കാം നമുക്ക്. അവിടെ ഇരുന്ന് അതിലേക്ക് എസൻസ് 10 മിനിറ്റ് ഇങ്ങനെ കുറുകട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആ നേരം കൊണ്ട് അലോവേരയുടെ ആ ജെല്ല് നമുക്ക് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ വെച്ചാൽ അങ്ങനെ എടുത്തോട്ടോ. ഞാൻ ചീർപ്പോണ്ട് എടുക്കുക. അപ്പോൾ ചീർപ്പോണ്ട് നമുക്ക് 2-3 തണ്ടിൻ്റെ ജെല്ല് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചീർപ്പ് വെച്ചിട്ട് ഇങ്ങനെ വൃത്തിയിലെടുക്കാം കേട്ടോ അതിൻ്റെ ജെല്ല്. ഇന്നും ഇവിടെ കറണ്ടില്ലേ കുട്ടികളെ. കറണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ കഷ്ണം മുറിച്ചിട്ട് എന്നാലും പച്ചപ്പെടണ്ട കേട്ടോ. കഷ്ണം മുറിച്ച് മിക്സിയിലൊന്നാണ്ട് അടിച്ചാൽ മതി. അതിനാണ് മിക്സിയിൽ അടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്രയും വ്യക്തമായിട്ട് വൃത്തിയിലൊക്കെ എടുക്കണം കേട്ടോ. കണ്ടോ എന്ത് കൊഴുപ്പാ നോക്കാൻ. നമുക്ക് ഇങ്ങനെ ഒരു ബൗള് കിട്ടി കേട്ടോ, നല്ലൊരു ബൗള് കിട്ടി. ഇനി നമുക്ക് ഈ ചെമ്പരത്തിയിലയും ഈ പൂവും കൂടി കൈയോട് നന്നായി ഇട്ട് ഞെരടണം. ആ റോസ് വാട്ടറിൽ ഇട്ടിട്ടാട്ടോ ഈ ഞെരടണത്. ഇനി നമുക്ക് കറ്റാർവാഴയും കൂടി കൂട്ടിയിട്ട് ഞെരടാം. ആ റോസ് വാട്ടറിൻ്റെ സുഗന്ധം നല്ല വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സുഗന്ധം വരുന്നുണ്ട് നമ്മുടെ ഇരുന്ന് ഞെരടുമ്പോൾ തന്നെ. ഇപ്പം നമ്മളുടെ ഒരു 10 മിനിറ്റോളം തിളച്ച് 3 ഗ്ലാസ് വെള്ളം വെച്ചത് 1.5 ഗ്ലാസിൻ്റെ അളവിലെത്തിയിട്ടോ. നെല്ലിക്കൊക്കെ അങ്ങനെ വെന്തു. അപ്പോൾ അതിൻ്റെ എല്ലാ എസൻസും അതിലേക്ക് ഇറങ്ങി. റോസ്മേരിയുടെയും കരിഞ്ജീരകത്തിൻ്റെയും ഉലുവയുടെയും നെല്ലിക്കയുടെയും ഒക്കെ. ഇനി അത് ഗ്യാസ് ഓഫ് ആവട്ടെ. അവിടെ ഇരുന്ന് തണുക്കട്ടെ കേട്ടോ. ഇനി നമുക്കിത് അരച്ചിട്ട് അവിടെ തണുക്കാൻ വയ്ക്കാം. ചൂടോടെ അരച്ചെടുത്തു. ഇനി അവിടെ ഇരുന്ന് തണുക്കണം. അത് നല്ല തണുത്തതിൻ്റെ ശേഷം കേട്ടോ ഇനി നമുക്കിത് ഇതിനെ ഷാമ്പു വെക്കുക. അപ്പോൾ അത് നല്ല തണുക്കട്ടെ അവിടെ ഇരുന്നിട്ട്. നമുക്ക് അതിൻ്റെ കഷ്ണങ്ങളൊന്നും ആവശ്യമില്ല. കരട് പെടാതെ അവിടെ ഇരിക്കട്ടെ. നല്ലൊരു തോർത്ത് വെച്ച് അരിച്ചോളൂ കേട്ടോ നിങ്ങളെ. ഞാനൊരു തോർത്ത് വെച്ചിട്ടാണ് അരിച്ചത്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നോ, നമ്മൾ ഈ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിൻ്റെ ഇലയും റോസ് വാട്ടറും കൂടി ഞെരടിയതില്ല, അതും ഇതേപോലെ നന്നായി ഒന്ന് അരിച്ചെടുക്കണം.
ഞാനൊരു തോർത്ത് വെച്ചിട്ട് തന്നെ അരിക്കണത് കേട്ടോ. അപ്പോൾ ഓരോ കരടൊക്കെ ആ ചെമ്പിലുണ്ടായിരുന്നു, അത് കുഴപ്പമൊന്നുമില്ല. ഇനി വേണമെങ്കിൽ ഒന്നും കൂടി അരിച്ച് പാരാലോ. അല്ല, നമുക്ക് ഇതന്നെ ഒരു ഷാമ്പു ആയി മാറി കണ്ട കുട്ടികളെ. ഇത് തന്നെ നമ്മളൊരു ഷാമ്പു പോലെ തന്നെയായി കണ്ടില്ലേ. പിന്നെ നമ്മൾ ആ മറ്റി വേവിച്ച് വെച്ചതിൻ്റെ ആ വെള്ളം തണുത്തിട്ടാണ് അതിൽ കൂട്ടാൻ പാടുള്ളൂ. അപ്പോൾ അത് നല്ല നിരടി ഇങ്ങനെ കിട്ടണോടത്തോളം അതിൻ്റെ എസൻസ് ഒക്കെ എടുത്തോളൂ കേട്ടോ. നല്ല വഴുപ്പുള്ളൊരു ഷാമ്പു, തന്നെ ഒരു ഷാമ്പു ആയി. അലോവേരയും ചെമ്പരത്തിയും കൂടി നല്ലൊരു ഓർഗാനിക് ഷാമ്പു. ഇനി നമുക്ക് ഇതിനെ തിളയ്ക്കാൻ പാടില്ല കേട്ടോ. ഈ അലോവേരയുടെയും ചെമ്പരത്തിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുള്ളൂ തിളച്ചാൽ. ഒന്നിങ്ങനെ ചൂടാവാനേ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ മറ്റേ സാധനം മാത്രം കരിഞ്ജീരകവും ഉലുവയും നെല്ലിക്കയും തുളസിയും മാത്രം നമ്മൾ നന്നായി വേവിച്ചെടുത്തത്. ഇത് ചൂടായി കേട്ടോ, അത്രേ പാടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ പോഷകങ്ങൾ മുഴുവൻ പോകും. ഇനി നിങ്ങൾ ഇതിലേക്ക് എന്താ ആഡ് ചെയ്യേണ്ടതെന്ന് അറിയുമോ? നമ്മളെ ബേബി ഷാമ്പു അല്ലെങ്കിൽ നമുക്ക് മൈൽഡായിട്ടുള്ള ഏത് ഷാമ്പു വേണമെങ്കിലും 1 ടീസ്പൂൺ മാത്രമേ വേണ്ടൂ. ഇനി നിങ്ങൾ ഇതിലൊരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ, ഇതിപ്പോൾ നന്നായി തണുത്തു കേട്ടോ. 2 വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ഞാൻ അതിൽ പൊട്ടിച്ചൊഴിച്ചു. അത് നമുക്കിതിൽ കാണുന്നില്ല. അത് എന്താ വീഡിയോ എടുത്തപ്പോൾ പെട്ടിട്ടില്ല തോന്നുന്നു. അത് കുഴപ്പമില്ല, നിങ്ങളും കൂട്ടിക്കോളൂ കേട്ടോ. പിന്നെ ഇത് എന്താണെന്നറിയാം, നമുക്ക് നല്ല സുഗന്ധം കിട്ടാൻ ഇത് നമ്മളെ പച്ചക്കർപ്പൂരാണ്. നമ്മളെ റൂട്ട്സ് ഷാമ്പൂവിൻ്റെ ഒക്കെ മണമാണ് അപ്പോൾ ഇതിന് വരുന്നത് കേട്ടോ. നമ്മളൊരു ആയുർവേദ ഷാമ്പു ഉണ്ട് റൂട്ട്സ്, അതേപോലെ ഉണ്ട്. ഇനി ഇത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ, നല്ല മിക്സ് ചെയ്യണം. ഇപ്പോൾ റോസ് വാട്ടറും ഉണ്ട്, വളരെ കുറച്ചളവിൽ പച്ചക്കർപ്പൂരുണ്ട്, നമ്മളെ മൈൽഡ് ഷാമ്പു ഉണ്ട്. ഇനി നമുക്കിത് കുപ്പികളിലാക്കി വെക്കാം കേട്ടോ. ഇതിനി ഞാൻ പറയുന്നു കണ്ടോ, നല്ല പതണ്ടേ. ഇനി നമുക്ക് 1 കുപ്പി പുറത്തും വെക്കാം, 1 കുപ്പി ഉള്ളിലും വെക്കാം. നോക്കാം 200 ml കുപ്പികളാണ്. അപ്പോൾ നമുക്ക് 400 ml ഷാമ്പു കിട്ടി. എണ്ണ തേച്ചിട്ട് വേണം കേട്ടോ ഈ ഷാമ്പു തേക്കാൻ. നമ്മളെ കേശസഞ്ജീവനി തന്നെ തേക്കണത്. വേണ്ടവരൊക്കെ ഓർഡർ എടുത്തോളൂ കേട്ടോ. പിന്നെ മുകളിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കണ്ടോ. എണ്ണ കയ്യിലിട്ട് നല്ല ചൂടാക്കിയിട്ട് കണ്ടോ, നല്ല ചൂടാക്കണം കണ്ടോ. കുറച്ച് എണ്ണ തേച്ചാൽ മതി, എങ്കിലും കുറച്ച് എണ്ണ തേച്ചിട്ടാണ് നമ്മൾ ഷാമ്പു തേക്കാൻ പാടുള്ളൂ. കണ്ടല്ലോ, ഇങ്ങനെയാണ് മസാജ് കൊടുക്കുക കേട്ടോ. ചൂടാക്കണം, ഞാൻ പറയണ മസാജ് ഇതാണ് കണ്ടല്ലോ. പിന്നെയും കൈ ഇങ്ങനെ ചൂടാക്കുക കണ്ട. എന്നിട്ട് നമ്മൾ ഇഴകളിലും ഒരു തലപ്പത്തൊക്കെ അത്യാവശ്യം എണ്ണ ഇങ്ങനെ ആക്കണം കേട്ടോ. തലപ്പത്തൊക്കെ ആക്കണം കേട്ടോ. അപ്പൊ നമ്മളെ ഷാമ്പു കുറച്ച് വേണ്ടു, നന്നായി പതയൂ കേട്ടോ. എന്ത് സുഖം നോക്കാം, എത്ര കുറച്ച് നമ്മൾ എടുത്തതാണ്. ഇത്ര ഷാമ്പു മതി, നമുക്ക് നല്ല പതയൂ കേട്ടോ. ഇനി നമ്മള് വെള്ളം കൊണ്ട് തൊട്ട് തലോടിയിട്ട് വേണം കേട്ടോ ഈ ഷാമ്പു നമ്മൾ തേക്കാനായിട്ട്. നല്ല കൊഴുപ്പുള്ള ഷാമ്പു കണ്ടോ, നല്ല പതമുള്ള ഷാമ്പു ആണ്. ഇനി കയ്യിൽ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, കാണാല്ലേ കുറച്ച് ഷാമ്പു എടുക്കുമ്പോഴേക്കാണ്. നമ്മള് റോസ് വാട്ടറും കർപ്പൂരവും പച്ചക്കർപ്പൂരവും ചേർക്കൊണ്ട് എന്തൊരു സ്മെല്ലാന്ന് അറിയോ, നല്ല സുഗന്ധാട്ടോ. ഇത് നമുക്ക് പച്ചക്കർപ്പൂരം ചേർക്കുന്നത് എന്തിനാ അറിയോ? താരനില്ലാതിരിക്കാനും പിന്നെ ഷാമ്പു കേട് വരാതിരിക്കാനും. ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 3-4 ആഴ്ച നിങ്ങൾക്ക് വെക്കാം. ഈ 2 കുപ്പി ഷാമ്പു നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇല്ലേ 4 ആഴ്ചക്കൊക്കെ. 2 കുപ്പിന്റെ കുറച്ചും കൂടി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പുറത്ത് വെക്കുക വെച്ചാൽ നമുക്ക് ഒരാഴ്ചയൊക്കെ വെക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചോളൂ. 1 കുപ്പി പുറത്ത് വെക്കാം, 1 കുപ്പി ഫ്രിഡ്ജിലേക്ക് വെച്ചോളൂ. തേക്കണേന്റെ കുറച്ച് മിനിറ്റ് മുന്നേ നമ്മൾ പുറത്തേക്ക് വെക്കുക കേട്ടോ. ഇനി ഞാനിത് വെള്ളം തലോടിയിട്ട് വേണം നമ്മൾ എപ്പോഴും ഷാമ്പു തേക്കാൻ. ആദ്യം വെള്ളം ഒഴിക്കണം, എന്നിട്ട് ഈ ഷാമ്പു കൊണ്ട് നിങ്ങൾ ഇത്രയും ഷാമ്പു മതി, നമുക്ക് ഇത്രയും ഷാമ്പു മതി. നല്ല പതിയും കിട്ടും, നന്നായി ചളി പോകും. കാരണം നമ്മൾ ഇതിൽ എന്തൊക്കെ ഒരു പോഷകങ്ങളാണ് നിങ്ങൾ കണ്ടതല്ലേ നമ്മൾ ചേർക്കണത്. അപ്പോൾ നമ്മൾ എന്നിട്ട് എണ്ണ തേച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ആദ്യം തലയിൽ ഒഴിക്കണം. എന്നിട്ട് ഈ ഷാമ്പു തേച്ചിട്ട് നിങ്ങൾ മുടി ആഴ്ചയിൽ 2 ദിവസം കഴുകി വെക്കൂ. നിങ്ങൾക്ക് കാട് പോലെ മുടി വളരുകയെന്നൊക്കെ കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ. കാട് പോലെ മുടി വളരും. കാരണം നമ്മളെ കറ്റാർവാഴ, ചെമ്പരത്തിപ്പൂവ്, നെല്ലിക്ക, അതേപോലെ തന്നെ തുളസിയില, പേനും താരനും ചൊറിച്ചിലും ഒക്കെ പോവാനാട്ടോ തുളസിയില കൂട്ടിയിട്ടുള്ളത്. തുളസിയില, അതേപോലെ പിന്നെന്താ നമ്മൾ കൂട്ടിയിട്ടുള്ള കറ്റാർവാഴ, നെല്ലിക്ക, തുളസിയില, ചെമ്പരത്തിപ്പൂവ്, ഇതൊക്കെ നമ്മൾ കൂട്ടിയിട്ടില്ലേ. അപ്പൊ അത്രയും പോഷകമുള്ള ഷാമ്പു ആണ്. അപ്പൊ എല്ലാവരും ഈ ഷാമ്പു ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. കടകളിൽ നിന്ന് നിങ്ങൾ ഇത്രയും വില കൊടുത്ത് ഷാമ്പു വാങ്ങണ്ട. പിന്നെ നിങ്ങൾ കെമിക്കൽ ഇല്ലാത്ത ഷാമ്പു ആണെങ്കിൽ 1 ടീസ്പൂൺ, ഞാൻ കണ്ടില്ല 1/2 ടീസ്പൂണേ ഇതിൽ കൂട്ടിയിട്ടുള്ളൂ. 1/2 ടീസ്പൂൺ ഷാമ്പു കൂട്ടാം. അല്ലെങ്കിൽ ബേബി ഷാമ്പു 1 ടീസ്പൂൺ, അത്രേ വേണ്ടൂ. നല്ലോണം ചളി പോയി ഉലുവയും കരിഞ്ജീരകവും
ഒക്കെ നിങ്ങൾ കണ്ടതല്ലേ നമ്മൾ വേവിച്ചത്, അതിന്റെയൊക്കെ എസൻസ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ റോസ്മേരി വളരെ നല്ലതാ മുടി വളരാൻ. ഉലുവ, കരിഞ്ജീരകം, റോസ്മേരി, നെല്ലിക്ക അതൊക്കെപ്പാടെ നമ്മൾ വേവിച്ച വെള്ളത്തിലേക്കാണ്, കണ്ടതല്ലേ. അപ്പൊ അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പൊ ഇനി ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കും. അപ്പൊ വെള്ളം കൊണ്ട് ആദ്യം പാരും, എന്നിട്ട് ഈ ഷാമ്പു കൊണ്ട്, ഒരു ചുവന്ന ഷാമ്പു, ഈ ഷാമ്പു കൊണ്ട് ഞാൻ മുടിയിലൊക്കെ വെള്ളം കൊണ്ട് കഴുകിയതിന്റെ ശേഷം മുടിയിലൊക്കെ ഷാമ്പു തേക്കും. കണ്ട നല്ല പതയണ നല്ല വൃത്തിയുള്ള ഷാമ്പു കാണാല്ലേ നിങ്ങൾക്ക്, കണ്ടോ ഇങ്ങനെയും പറയൂ കേട്ടോ. അപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കും. അപ്പൊ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ, ഇത് എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി അണിപിടിച്ചാൽ അമർന്ന് അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.